ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്കൊരു അടിപൊളി ചമ്മന്തി പൊടി ഉണ്ടാക്കാം. ചമ്മന്തി പൊടിയെന്നോ ഇഡ്ഡലി പൊടിയെന്നോ ഗൺ പൗഡറെന്നോ ഒക്കെ പറയും ഇതിനെ. നമ്മൾ ഇന്ന് ഈ ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പീര വെച്ചിട്ടാണ്. പായസത്തിനൊക്കെ പാലെടുത്തതിന് ബാക്കി വരുന്ന തേങ്ങാപ്പീരല്ലേ, ആ തേങ്ങാപ്പീര വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും മിക്കവാറും ആ തേങ്ങാപ്പീര കളയലാണ് പതിവ്. ഇവിടെ UAE-യിലാണെങ്കിലും നാട്ടിലാണെങ്കിലും തേങ്ങയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം ഉപയോഗപ്പെടുത്താം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എന്നാലോ നല്ല ടേസ്റ്റുമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു 4 തേങ്ങയുടെ പീരെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി എടുത്ത തേങ്ങാപ്പാലിൻ്റെ ബാക്കി പീരയാണിത്. ഇതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം വരും. പീനട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് മല്ലി, ഒരു 1/4 ടീസ്പൂണ് ജീരകം, പിന്നെ എരിവിനാവശ്യമായിട്ട് കുറച്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളിയും, ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തത്, ഒരു പിടി കറിവേപ്പിൻ്റെ ഇല. വെളുത്തുള്ളി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്താലും നല്ലതാണ്. ഇനി ചമ്മന്തി പൊടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണം. ആദ്യം തന്നെ നമുക്ക് ആ പീനട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പീനട്ട് ചേർക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റീലിൻ്റെ പാനോ അല്ലെങ്കിൽ ഉരുളിയൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ചേർക്കേണ്ടി വരും. ഞാൻ ഇന്നിവിടെ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാണ്ടെയാണ് ഈ ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ഒരുപാട് ദിവസം കേടുകൂടാതെ വെക്കാൻ പറ്റും. പീനട്ട് അതിൻ്റെ തൊലിയൊക്കെ അടർന്നു പോരുന്ന ആ ഒരു പാകം ആവണ വരെ നന്നായി വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോൾ തൊലി കരിഞ്ഞു പോവുകയും ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നന്നായി വേവും ചെയ്യില്ല. ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇതാ പീനട്ടൊക്കെ ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നു പോരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. പീനട്ട് വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം കൂടെ വരും. ഇതിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പോലെ തോന്നും. അത് കുഴപ്പമില്ല, ചൂടാറുമ്പോഴത്തേനും അത് നന്നായി ക്രിസ്പി ആയിക്കോളും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. കുറച്ച് സമയം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെ ഇലയുടെയൊക്കെ ആ ഒരു നീരൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ ആ വെള്ളമയമൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലി, മുളക്, കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി വറുത്തെടുക്കണം. എല്ലാത്തിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂത്തുണ്ടെങ്കിൽ നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്കതിലേക്ക് പാലെടുക്കാത്ത ആ ഒരു അരമുറി തേങ്ങ ചിരകിയതില്ലേ, അത് ചേർക്കാം. ഇത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ചേർത്താൽ മതി ആ പാലെടുത്തിട്ടുള്ള തേങ്ങാപ്പീര. അങ്ങനെ ആവുമ്പോൾ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും. ഇപ്പം എല്ലാം നന്നായി മൂത്തിട്ട് ആ തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പീര ചേർക്കാം. നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷമാണ് ഇതിന്ന് 2ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേങ്ങ നല്ല പൊടിയായിട്ടാണ് ഇരിക്കണത്. ഒരു തുള്ളി പോലും തേങ്ങാപ്പാലില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇനി എല്ലാം കൂടെ നന്നായി മിക്സാക്കി കൊടുത്തിട്ട് ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നന്നായി വറുത്തെടുക്കാം. തീ ഞാനിപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി ഇതുപോലെ ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കാം. പുളിയുടെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ പുളി ഇട്ടിട്ട് വറക്കണത്. തേങ്ങ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് ഒന്നും കൂടെ ഒന്ന് കളറ് മാറി വരാനുണ്ട്. അതുവരെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള ആ തേങ്ങാപ്പീര പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി തീരുന്നവരെ ഇതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പറ്റില്ല. ഇപ്പോൾ ഇതാ തേങ്ങയുടെ കളറ് കുറച്ചും കൂടെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പീനട്ട് ചേർക്കാം. ഇന്ന് ഞാനിവിടെ തൊലിയോട് കൂടി തന്നെയാണ് പീനട്ട് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ടും ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. കായത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയതാണ് പറയാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറട്ടെ.
ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇത് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായി ചൂടാറിയുണ്ട്. ഇത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ നേരെ പകുതിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 ട്രിപ്പ് കൊണ്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കണ്ട. ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇപ്പം ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചു കഴിഞ്ഞു. ഇത് നമുക്കൊരു ബേസിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. ഇപ്പം രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ബേസിനിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം നന്നായി മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാം. വെറുതെ കളയണ ആ ഒരു തേങ്ങാപ്പീര വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇഡ്ലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ചമ്മന്തിപ്പൊടി. ഹോസ്റ്റലിലൊക്കെ താമസിക്കണവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഇത്. ഇതിങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബിസി ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതെടുത്തിട്ട് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ചോറിനൊപ്പമാണ് ഇത് കഴിക്കണത്. ഒരു പ്ലേറ്റിൽ നല്ല ചൂടുള്ള മട്ടരിച്ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചമ്മന്തിപ്പൊടി ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇടണം. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കണം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. ഇനി ഒരു പപ്പടം കൂടെ മതി. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് അച്ചാറും കൂടെ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇത് തന്നെ ധാരാളം. അപ്പം ഇനി ഇടിച്ചു പിഴിഞ്ഞ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പീരൊന്നും ആരും കളയരുതേ. ഇതുപോലൊന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.